Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയിർപ്പ് കാലത്തെ മൂന്നാമത്തെ ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയം 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ശ്ലീഹായെ 3 പ്രാവശ്യം തന്നിലുള്ള വിശ്വാസം, സ്നേഹം ഏറ്റുപറയിപ്പിച്ചുകൊണ്ട് തന്റെ അജഗണത്തെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന രംഗമാണ്. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിലെ അവസാന ഭാഗത്ത് കാണുന്ന ഈ രംഗം എപ്രകാരമാണ് പത്രോസ് ശ്ലീഹ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് പരിഹാരമായിട്ട് ഈശോ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പത്രോസിനെ കൊണ്ട് 3 പ്രാവശ്യം ഏറ്റുപറയിക്കുന്നത് എന്നും, തുടർന്ന് തന്റെ സ്വന്തം രക്തത്താൽ നേടിയ അജഗണത്തെ പരിപാലിക്കുന്നതിന്, നയിക്കുന്നതിന്, പോറ്റുന്നതിനുള്ള ഉത്തരവാദിത്വം ആ ദൗത്യം ഏൽപ്പിക്കുന്നത് എന്നുമാണ് നമ്മളിവിടെ കാണുന്നത്. സഭാപിതാവായ ക്രിസോസ്തോം പറയുന്നുണ്ട്, ഉദ്ധിതനായ ഈശോ പത്രോസിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ചോ തള്ളിപ്പറയലുകളെക്കുറിച്ചോ ഒന്നും പത്രോസിനെ ഈശോ കുറ്റപ്പെടുത്തുന്നില്ല എന്ന്. വേണമെങ്കിൽ നീ അന്ത്യത്താഴ വേളയില് വലിയ വീമ്പിളക്കിയതാണല്ലോ, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ആ കാര്യം 13-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ആ രംഗം വേണമെങ്കിൽ കർത്താവിന് പത്രോസിനെ ഓർമ്മിപ്പിക്കാമായിരുന്നു. അവിടെ തന്നെ ഈശോ മുൻകൂട്ടി പറഞ്ഞിരുന്നു, നീ എന്നെ അനുഗമിക്കും, പക്ഷേ ഇപ്പോഴല്ല, പിന്നീട് അനുഗമിക്കുമെന്ന്. കാരണം ചെറുപ്പത്തിന്റെ ആ ചാബല്യം പത്രോസിന്റെ കൂടെയുണ്ടായിരുന്നു എന്നുള്ളത് ഈശോയ്ക്ക് അറിയാമായിരുന്നു. 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന രംഗം പത്രോസിന് ആ അവസരമുണ്ടാകുന്നത് ഈശോ വിചാരണ നടക്കുന്ന സന്ദർഭത്തിലാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാന പുരോഹിതനായ അന്നാസിന്റെ മുൻപില് ഈശോയുടെ ദൈവത്വവും ആ മിശിഹാത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിലാണ് പുറത്തിരുന്ന് തീ കാഞ്ഞിരുന്ന പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നത്. ആ തള്ളിപ്പറയൽ യഥാർത്ഥത്തില് ഈശോയെ അറിയുകയില്ല, ഈശോയിലുള്ള വിശ്വാസം തള്ളിപ്പറയുക മാത്രമായിരുന്നില്ല, പത്രോസ് സ്വന്തം ശിഷ്യത്വം കൂടി തള്ളിപ്പറയുകയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഉദ്ധിതനായ ഈശോ പത്രോസിനെ അഭിസംബോധന ചെയ്യുന്നത് പത്രോസെ എന്ന് വിളിച്ചല്ല, മറിച്ച് വിളിക്കപ്പെടുന്നതിന്, ശിഷ്യനാകുന്നതിന് മുൻപുണ്ടായിരുന്ന ആ പേരാണ് വിളിക്കുന്നത്, ശെമിയോനെ, യോനായുടെ പുത്രനായ ശെമിയോനെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തള്ളിപ്പറയലിലൂടെ നഷ്ടപ്പെടുത്തിയ ആ ശിഷ്യത്വം വീണ്ടും നൽകുവാൻ വേണ്ടി അവിടുന്ന് ആദ്യ പടിയിലേക്ക് തന്നെ ശെമിയോനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടി? പത്രോസ് ആക്കുവാൻ വേണ്ടി, കേപ്പ ആക്കുവാൻ വേണ്ടി, ഉറപ്പുള്ള പാറയാക്കുവാൻ വേണ്ടി. ഈ ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേലാണ് തന്റെ സഭയെ സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തില് വിശ്വാസ പ്രഖ്യാപന വേളയിൽ ഈശോ വ്യക്തമാക്കിയിരുന്നതാണല്ലോ. ആ ഉറപ്പിന്റെ ബലം, ആ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുന്ന് 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുന്നത്. ഈ 21-ാം അധ്യായത്തിൽ തന്നെയാണ് നമ്മൾ തിബേരിയാസ് കടൽ തീരത്ത് ഈശോ തീക്കനൽ കൂട്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നതും. അവിടെ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ആ രംഗം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി തന്നെയാകണം കർത്താവ് ഇപ്രകാരം ഗലീലി കടൽ തീരത്ത് ആ തടാകക്കരയില് തീക്കനൽ കൂട്ടി പ്രാതലൊരുക്കി മക്കളെ വരുവിൻ എന്ന് പറഞ്ഞ് പ്രാതൽ കഴിക്കുവാനായി അവരെ ക്ഷണിക്കുന്നത്. നിശ്ചയമായും ഈ തീക്കനൽ കാണുമ്പോൾ പത്രോസിന്റെ മനസ്സിൽ ആ വിചാരണയുടെ വേളയിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ രംഗം മനസ്സിലുണ്ടാകണം. ഈശോ പത്രോസിനോട് തന്റെ അജപാലന ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുൻപായിട്ട് ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത്. കർത്താവിനോടുള്ള സ്നേഹമാണ് അവിടുത്തെ സഭയെ നയിക്കുന്നതിന്, അവിടുന്ന് വിശ്വസിക്കുന്നവരുടെ സമൂഹത്തെ നയിക്കുന്നതിനുള്ള അടിസ്ഥാന മാനദണ്ഡമായി കർത്താവ് നിർണയിച്ചു നൽകുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ ആദ്യത്തെ 2 തവണ ഉപയോഗിക്കുന്ന ക്രിയാപദം ദൈവസ്നേഹത്തെ സൂചിപ്പിക്കുന്ന അഗാപ്പാവോ എന്നുള്ള ക്രിയയാണ്. ഇത് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിനുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുവാനാണ് ഈ പദം സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ മൂന്നാമത് സുഹൃത്തുക്കൾ തമ്മിലുള്ള
സ്നേഹത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, സ്നേഹിതർക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഫീലയോ എന്നുള്ള ക്രിയാപദമാണ് ഉപയോഗിക്കുന്നത്. പത്രോസ് മറുപടി പറയുമ്പോൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ എന്ന് പറയുമ്പോൾ പത്രോസ് 3 പ്രാവശ്യം ഉപയോഗിക്കുന്നത് കർത്താവ് 3ാമത് ഉപയോഗിച്ച ഈ സൗഹൃദത്തിന്റെ, സ്നേഹിതർക്കിടയിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഫീലയോ എന്നുള്ള ക്രിയയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ 2 മാനങ്ങളും, ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഇടയനിൽ ഉണ്ടായിരിക്കണം. ഈ ഇടയധർമ്മം നിർവഹിക്കുന്നതിന് ഇത് 2ഉം ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ക്രിയാപദത്തിന്റെ ഈ വ്യത്യാസം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഈശോ 3 പ്രാവശ്യം ഇപ്രകാരം അവിടെ നിന്നുള്ള സ്നേഹം, അവിടുത്തോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നത് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. മാമോദീസായുടെ വേളയിൽ 3 പ്രാവശ്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തില് നമ്മെ മാമോദീസ മുക്കുന്നത് എന്ന് അലക്സാൻഡ്രിയയിലെ സിറിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജനത്തെ നയിക്കുവാനായിട്ട് ഇടയൻ തന്റെ ആടുകളെ മേയിക്കുക, കുഞ്ഞാടുകളെ മേയിക്കുക, പെണ്ണാടുകളെ മേയിക്കുക എന്ന് ഒരു 3 തരത്തിലുള്ള വ്യത്യാസം സുറിയാനി പരിഭാഷയായി പിശീത്തായിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഈ 3 തരത്തിലുള്ള ഈ വിഭജനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഒരുത്തരെയും, എന്റെ ആടുകളെ മേയിക്കുക എന്ന് പറയുമ്പോൾ നിശ്ചയമായും ആൺ ആടുകളെയാകാം, കുഞ്ഞാടുകളെ മേയിക്കുക, പെണ്ണാടുകളെ മേയിക്കുക. അപ്പോൾ ഈ അജഗണത്തിൽപ്പെടുന്ന എല്ലാവരെയും മേയിക്കുവാൻ കടപ്പെട്ടവനാണ് കർത്താവിനാൽ നിയമിതനാകുന്ന ഇടയൻ എന്ന് സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇടയൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ നേതാക്കന്മാരെ കുറിച്ച് എല്ലാവരെ കുറിച്ചും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വായനയിൽ കാണുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ ദൈവജനമായ ഇസ്രായേലിനെ നയിക്കുവാൻ വേണ്ടി, മിസ്രയീമിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടി നിയമിതനായ മോശയുടെ വിളിയാണല്ലോ. മിദിയാനിൽ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിഞ്ഞിരുന്ന ആ ഇടയനായിരുന്ന മോശയെയാണ് ദൈവം വിളിച്ച് തന്റെ ജനത്തിന്റെ ഇടയനായി നിയമിക്കുന്നത് നമ്മൾ അവിടെ കാണുക. ദൈവം തന്നെ ഇസ്രായേലിന്റെ ഇടയനാണ്. നേതാക്കന്മാരായിരുന്നവർ യഥാർത്ഥത്തിൽ ഇടയധർമ്മം നിർവഹിക്കാതിരുന്നത് കൊണ്ട് അവിടുന്ന് തന്നെ ഇടയനായി വരും, ഒരു ഇടയനെ അയക്കും എന്നുള്ള കാര്യമാണല്ലോ പഴയ നിയമത്തിലെ 2ാമത്തെ വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ എന്തുകൊണ്ടാണ് ദൈവം ഒരു പുതിയ ഇടയനെ അയക്കുമെന്ന് പറയുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിനെ നയിക്കേണ്ടിയിരുന്ന, ഇസ്രായേലിനെ പോറ്റേണ്ടിയിരുന്ന, പരിപാലിക്കേണ്ടിയിരുന്ന ഇടയന്മാരാകുന്ന നേതാക്കന്മാര്, അത് രാജാക്കന്മാരും മറ്റു നേതാക്കന്മാരും എല്ലാം അത് ചെയ്യാതിരുന്നതുകൊണ്ട്, അവർ നിർവഹിക്കാതെ ആടുകളെ ചൂഷണം ചെയ്ത് ജീവിച്ചതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കുവാൻ ഇറങ്ങി വരും, ഞാൻ ഇടയനെ അയക്കും. യഥാർത്ഥത്തിൽ ദൈവം എസെക്കിയേൽ പ്രവാചകനോട് വാഗ്ദാനം ചെയ്ത ആ ഇടയൻ 34-ാം അധ്യായത്തിൽ കാണുന്ന ആ വാഗ്ദാന പൂർത്തീകരണമാണ് മനുഷ്യാവതാരത്തില് നസറായനായ ഈശോയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ തന്നെ സുവിശേഷം 10-ാം അധ്യായത്തില് ആ ഇടയ സങ്കല്പം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ, ഞാനാവുന്നു നല്ല ഇടയൻ എന്നുള്ള കാര്യം ഈശോ വ്യക്തമാക്കുമ്പോൾ, എന്താണ് ഇടയന്റെ പ്രത്യേകതകൾ, ഈ നല്ല ഇടയന്റെ സവിശേഷതകൾ എന്താണെന്നെല്ലാം അവിടുന്ന് വ്യക്തമാക്കുമ്പോൾ, എപ്രകാരമാണ് ഈശോ മിശിഹ തന്റെ സൃഷ്ട വംശമായ മനുഷ്യനെ സ്നേഹിക്കുന്നത്, എപ്രകാരമാണ് നയിക്കുന്നത്, പരിപാലിക്കുന്നത്, പേര് ചൊല്ലി വിളിക്കുന്നത്, രക്ഷ നൽകുന്നത്, ജീവൻ നൽകുന്നത്, ജീവൻ നൽകുവാൻ വേണ്ടി സ്വന്തം ജീവൻ എങ്ങനെയാണ് വെടിയുന്നത്, ആ സൗഹൃദം, സ്നേഹ സൗഹൃദം എങ്ങനെയാണ് വ്യക്തമാക്കുന്നത് എന്നെല്ലാം 10-ാം അധ്യായത്തിൽ ഈശോ വ്യക്തമാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഈ ദൗത്യത്തിലാണ് പത്രോസ് ലീഹായ്ക്കും ഈശോ പങ്ക് നൽകുന്നത്. ഈ പങ്ക് നൽകുന്നതിന്റെ അടിസ്ഥാനമായിട്ട് ഈശോയ്ക്ക് മനുഷ്യനോടുള്ള സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹം, ആ സ്നേഹം ഉണ്ടാകണം. അതായിരിക്കണം ഈ അജപാലന ദൗത്യത്തിന്റെ അടിസ്ഥാനമെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ഈ ചോദ്യം ഈശോ ചോദിച്ചത്. തുടർന്ന് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, പത്രോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും പോവുകയും ചെയ്തിരുന്നു, പ്രായമാകുമ്പോൾ നീ നിന്റെ കരങ്ങൾ നീട്ടും, മറ്റുള്ളവർ നിന്റെ കൈബന്ധിക്കും, നീ ഇഷ്ടപ്പെടാത്തടത്ത് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ഈശോ പറയുന്നുണ്ട്.
ഇത് മിശിഹ വർഷം 65 റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ ക്രൈസ്തവരെ പീഡിപ്പിക്കുമ്പോൾ ആ മതപീഡന കാലഘട്ടത്തിൽ കുരിശിൽ തലകീഴായി റോമിൽ വെച്ച് രക്തസാക്ഷിയാകുവാൻ പോകുന്ന പത്രോസിന്റെ ആ രംഗത്തെ ഈശോ സൂചിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തില് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ പത്രോസിനെ വിളിച്ചത്. അതായിരുന്നു ദൗത്യം. ഈ സാക്ഷ്യം വഹിക്കലിന്റെ പരിസമാപ്തി അല്ലെങ്കിൽ അതിന്റെ പരിപൂർണത എന്ന് പറയുന്നത് രക്തസാക്ഷിത്വത്തിലാണ്. സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദവും രക്തസാക്ഷി എന്നുള്ളതിന്റെ പദവും എല്ലാം ഒന്ന് തന്നെയാണ്. മാർട്ടിയർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ പദം വരുന്നത് തന്നെ ഗ്രീക്ക് ഭാഷയിലെ മാർട്ടൂറയോ എന്നുള്ള ക്രിയാപദത്തിൽ നിന്നാണ്. ആ ക്രിയാപദത്തിന്റെ അർത്ഥം സാക്ഷ്യം നൽകുക എന്നാണ്, പ്രഥമവും പ്രധാനവുമായ അർത്ഥം. അതിന്റെ അത്യുച്ചി എന്ന് പറയുന്നത് മിശിഹായ്ക്ക് വേണ്ടി ജീവൻ വെടിയുന്നതിലാണ്, രക്തം ചെയ്യുന്നതിലാണ്. ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജീവൻ വെടിയുക, അതാണ് ഇടയന്റെ ധർമ്മം. ജീവൻ വെടിഞ്ഞുകൊണ്ടാണ് ആടുകളെ ഇടയൻ സംരക്ഷിക്കുന്നത്, ജീവൻ നൽകുന്നത് എന്ന് വ്യക്തമാക്കുക കൂടിയാണ്. അതുതന്നെ ഈശോ അങ്ങനെയാണ് തന്റെ അജഗണത്തെ നേടിയത്. അതുപോലെ തന്നെയാകണം പത്രോസും ചെയ്യുന്നത് എന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു. പത്രോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമാക്കിയത് എന്റെ ആടുകളെ മേയ്ക്കുക എന്നാണ് പറഞ്ഞത്. അഗസ്തീനോസ് പിതാവ് ഇതേക്കുറിച്ച് പറയുന്നത് ഇടയന്മാരുടെ ആടുകളല്ലിത്, കർത്താവിന്റെയാണ്. കർത്താവ് സ്വന്തം രക്തം കൊണ്ട്, കുരിശിൽ ചിന്തിയ രക്തം കൊണ്ട് നേടിയ ഈ ആടുകളെയാണ് നയിക്കുവാനും പോറ്റുവാനും പരിപാലിക്കുവാനുമായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അഗസ്തീനോസ് പിതാവ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പോറ്റുക എന്ന് പറയുമ്പോൾ അഗസ്തീനോസ് തന്നെ തുടർന്ന് പറയുകയാണ്, പോറ്റുക എന്ന് പറയുമ്പോൾ പോറ്റേണ്ടത് വിശ്വാസത്തിന്റെ തലത്തിലാണ്. വിശ്വാസത്തിന് ആവശ്യമായത് നൽകിക്കൊണ്ട് വേണം ഇടയന്മാർ ആടുകളെ, അജഗണത്തെ നയിക്കുകയും പോറ്റുകയും ചെയ്യേണ്ടത് എന്ന് അഗസ്തീനോസ് ഓർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൗരസ്ത്യ സഭാപിതാവായ മാർ അപ്രേം പറയുന്നത് ആടുകളെ ഏൽപ്പിക്കുന്നതിന് മുൻപ് സ്നേഹത്തിന്റെ ഒരു അച്ചാരം ഈശോ പത്രോസിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ആ അച്ചാരം മേടിച്ചിട്ട് ആ ഒരു പ്ലഡ്ജിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ അജഗണത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ് അപ്രേം പിതാവ് പറയുന്നത്. ഏറ്റവും അവസാനം പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, നീ എന്നെ അനുഗമിക്കുക. ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗം നമ്മൾ ഓർക്കുന്നുണ്ട്. സമവേഷണ സുവിശേഷങ്ങളിൽ വിളിക്കുമ്പോൾ ഈശോ പറഞ്ഞതും ഇത് തന്നെയായിരുന്നു, എന്നെ അനുഗമിക്കുക എന്നാണ്. അഗസ്തീനോസ് പിതാവ് തന്നെ വീണ്ടും പറയും, യഥാർത്ഥത്തില് അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ആ ആഹ്വാനം ഈശോ തന്റെ ശിഷ്യത്വത്തിന് പരിശീലനം നൽകുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ നൽകിയതാണ് എങ്കിൽ ഇവിടെ ഇതാ തന്റെ ദൗത്യം ഇതാ ഏൽപ്പിക്കാൻ പോകുന്നു. അജഗണത്തെ നയിക്കുവാനുള്ള ആ ഭാരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ വീണ്ടും നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ആ ദൗത്യ നിർവഹണത്തിലേക്ക് താൻ പോയതുപോലെ തന്നെ തന്റെ വഴിയെ തന്നെ വരിക എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയായിരുന്നു. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്ത് തന്നെ ആയിരിക്കും, ഞാൻ പോകുന്നിടത്ത് അവനും വരും. അപ്പോൾ ഈശോയെ സ്നേഹിക്കുന്നവൻ, ഈശോയുടെ ശുശ്രൂഷകനായിരിക്കുന്നവൻ ഈശോയുടെ വഴി തന്നെയാണ് പോകേണ്ടത്. അവൻ എത്തിച്ചേരുന്നതും ഈശോയുടെ വഴിയിലൂടെ തന്നെ, സഹനമരണോത്ഥാനങ്ങളിലൂടെ ജീവനിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പത്രോസ് ലീഹ നമുക്ക് മാതൃകയായിട്ട് നിൽക്കുകയാണ്. കാരണം കർത്താവിനെ മാനുഷിക ബലഹീനതയിൽ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കർത്താവിനെ നമ്മൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്ത കൊണ്ടുമൊക്കെ തള്ളിപ്പറയുന്നവരാണ്. പക്ഷെ എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞാലും അതിനെക്കുറിച്ച് ഒരു കണക്കും ചോദിക്കാതെ എല്ലാം ക്ഷമിക്കുവാൻ തയ്യാറായിരിക്കുന്ന കാരുണ്യവാനായ ദൈവമാണ് നമ്മുടേത്. ആ കാരുണ്യത്തിന്റെ മുഖമാണ് മനുഷ്യനായി അവതരിച്ച ഈശോയില് ശിഷ്യന്മാർ അനുഭവിച്ചത്, ഈശോയുടെ കാലത്ത് ജീവിച്ചിരുന്നവർ അനുഭവിച്ചത്, ഇന്നും നമ്മൾ സഭയിലും സഭയിലെ കുദാശികളുടെയും അനുഭവിക്കുന്നത്. എപ്പോഴും നമ്മെ കാത്തിരിക്കുന്ന, ക്ഷമിക്കുവാൻ തയ്യാറായിരിക്കുന്ന, നമ്മെ തന്റെ ദൗത്യമേൽപ്പിക്കുവാനായിട്ട് ഇന്ന് അവിടുത്തെ ആ വിശ്വാസത്തിന്, അവിടുന്നുള്ള വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അയക്കുവാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ് നമ്മളെയും. നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് പുതിയ ജീവൻ നൽകി നമ്മളെ അയക്കുവാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു. നമ്മുടെ കുറവുകൾ, നമ്മുടെ തെറ്റുകൾ നമുക്ക് ഏറ്റുപറയാം. പത്രോസിനെ പോലെ അവിടുത്തോടുള്ള സ്നേഹം നമുക്ക് ഏറ്റുപറയാം. അവിടുത്തെ അനുഗമിക്കുന്നതിനുള്ള ആ സന്നദ്ധത, അത് കുരിശുമരണം വഴിയായാലും അനുഗമിക്കുവാനുള്ള ആ സന്നദ്ധതയെ നമുക്ക് ഏറ്റുപറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.